IPLന്റെ കലാശ പോരാട്ടം അടുത്തു വരികയാണ്. എല്ലാവരും ആഗ്രഹിച്ച പോലെ ചൊവ്വാഴ്ചയാണ് മത്സരം നടക്കാനിരിക്കുന്നത്. ആരായിരിക്കും കപ്പടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാകും എന്ന് ദീർഘദൂരമായി പ്രവചിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസമായ ഡേവിഡ് വാർണർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് ഇതിനോടകം തന്നെ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ള ഒരു ടീം. മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള രണ്ടാം ക്വാളിഫയർ വിജയിച്ച് പഞ്ചാബ് കിങ്സും ഇപ്പോൾ ഫൈനലിലേക്ക് എത്തി. നേരത്തെ കളിച്ചിട്ടുള്ള 3 ഫൈനലുകളിലും പരാജയം രുചിച്ചെങ്കിലും ഇത്തവണ ഭാഗ്യം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് രജത് പട്ടിദാറും സംഘവും. സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ സംവദിക്കവെയാണ് മുൻ IPL വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയായ ഡേവിഡ് വാർണർ 2 വമ്പൻ പ്രവചനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ പ്രവചനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗങ്ങളാവുകയും ചെയ്തു. ആരാവും ഈ സീസണിലെ IPL ചാമ്പ്യന്മാരാവുക എന്നതായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം ഉയർന്നു വന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് ഇത്തവണ കിരീടം നേടുക എന്നാണ് താൻ കരുതുന്നതെന്നും വാർണർ മറുപടി നൽകുകയും ചെയ്തു. 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു കപ്പടിക്കാൻ സാധിക്കുമോ RCBക്ക് എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. RCB താരവും തന്റെ മുൻ ടീം അംഗവും കൂടിയായ ജോഷ് ഹേസൽവുഡ് പ്ലെയർ ഓഫ് ദ മാച്ച് ആവുമെന്നും അദ്ദേഹം പ്രവചിച്ചു. കഴിഞ്ഞ വർഷത്തെ IPL ഫൈനലിലും പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് ഒരു ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളറാണ്. SRHനെ തകർത്തുവിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് കളിയിലെ ഹീറോയാവുകയും ചെയ്തിരുന്നു. 2016 IPL ഫൈനലിനു ശേഷം RCBയുടെ ആദ്യത്തെ കലാശ പോരാട്ടമാണ് ഇത്തവണത്തേത്. അന്ന് വാർണർ നയിച്ച SRHനോടായിരുന്നു RCB കാലിടറിയത്. വിരാട് കോഹ്ലി ആയിരുന്നു അന്ന് RCBയുടെ ക്യാപ്റ്റൻ ആയിരുന്നത്. ഹേസൽവുഡിന്റെ ഫോം കഴിഞ്ഞ മെഗാലയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലെത്തിയ ശേഷം തകർപ്പൻ പ്രകടനമാണ് ജോഷ് ഹേസൽവുഡ് നടത്തിയിരുന്നത്. ഭുവനേശ്വർ കുമാറിനെ പിന്തള്ളി RCBയുടെ പേസ് ആക്രമണത്തിന്റെ കുന്തമുനയായി അദ്ദേഹം മാറുകയും ചെയ്തു. സീസണിൽ ഇതിനോടകം തന്നെ 11 മത്സരങ്ങളിലാണ് ഹേസൽവുഡ് പന്തെറിഞ്ഞിരിക്കുന്നത്. 15.80 ശരാശരിയിൽ 21 വിക്കറ്റുകൾ അദ്ദേഹം പോക്കറ്റിലാക്കുകയും ചെയ്തിട്ടുണ്ട്. തോളിലെ പരിക്ക് കാരണം ചില മത്സരങ്ങൾ നഷ്ടമായെങ്കിലും പഞ്ചാബ് കിങ്സുമായുള്ള അവസാനത്തെ ക്വാളിഫയർ 1 പോരാട്ടത്തിൽ ഹേസൽവുഡ് ടീമിൽ മടങ്ങിയെത്തിയിരുന്നു. 3 വിക്കറ്റുകളുമായി RCBയുടെ വിജയത്തിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ക്യാപ്റ്റൻ രജത് പട്ടിദാറിന് കീഴിൽ ഗംഭീര പ്രകടനമാണ് ഈ സീസണിന്റെ തുടക്കം മുതൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കാഴ്ചവെക്കുന്നത്. മുൻ സീസണുകളിൽ പലപ്പോഴും ബാറ്റിങ്ങിനെ മാത്രം ആശ്രയിച്ചായിരുന്നു RCBയുടെ പ്രയാണം നടന്നത്. ശക്തമായൊരു ബോളിംഗ് ലൈനപ്പ് ഇല്ല എന്നത് വലിയ മത്സരങ്ങളിൽ അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ശക്തമായ ബാറ്റിംഗ് നിരക്കൊപ്പം തന്നെ മൂർച്ചയേറിയ ബോളിംഗ് ലൈനപ്പും RCBക്കുണ്ട്. ഇത് വലിയ എതിരാളികൾക്കെതിരെ അവർക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യും. ദിവസങ്ങൾക്ക് മുമ്പ് ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ നാണം കെടുത്താൻ RCBയെ സഹായിച്ചതും ബോളിംഗ് ആക്രമണം തന്നെയാണ്. ശക്തമായ ബാറ്റിംഗ് ലൈനപ്പുള്ള പഞ്ചാബിനെ 15 ഓവറിനിടെ വെറും 101 റൺസിൽ RCB എറിഞ്ഞിടുകയായിരുന്നു. 10 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ അനായാസം RCB വിജയത്തിലെത്തുകയും ചെയ്തു.